ക്വസ്റ്റ്യൻ, എപ്പോഴാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്? ആൻസർ 1915. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ആൻസർ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ തുടക്കമായി 1930 എന്താണ് സംഭവിച്ചത്? ആൻസർ ദണ്ഡി മാർച്ച് അഥവാ ഉപ്പ് മാർച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഗാന്ധി എങ്ങനെയാണ് പങ്കെടുത്തത്? ആൻസർ അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു. ഗാന്ധിയുടെയും അഹിംസയുടെയും നിസ്സഹകരണത്തിന്റെയും പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന്റെ പഠിപ്പുകളാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. ഹെൻറി സേവിയർ തോറോ ജയിലിലായിരിക്കുമ്പോൾ 19ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ എഴുത്തുകാരനായ ഹെൻറി സേവിയർ തോറോയുടെ സിവിൽ ഡിസോബിഡിയൻസ് എന്ന ലേഖനം ഗാന്ധി വായിച്ചു. അഹിംസാത്മകമായി അനീതിയോട് സഹകരിക്കാൻ വിസമ്മതിക്കുന്നതിനുള്ള തന്റെ തന്ത്രത്തെ വിവരിക്കുന്നതിന് ഗാന്ധിജി സിവിൽ ഡിസോബിഡിയൻസ് എന്ന പദം സ്വീകരിച്ചു. എന്നാൽ അദ്ദേഹം സംസ്കൃത പദമായ സത്യാഗ്രഹ അഥവാ സത്യത്തോടുള്ള ഭക്തിയായിരുന്നു തിരഞ്ഞെടുത്തത്. 1929 ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച പ്രസിദ്ധമായ പ്രമേയം. ആൻസർ ലാഹോർ സെഷൻ പ്രമേയം. ഗാന്ധിജിയുടെ കൃതി. ആൻസർ ഹിന്ദു സ്വരാജ്, സത്യവുമായുള്ള എന്റെ പരീക്ഷണങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെ അർദ്ധനഗ്നമായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ആൻസർ വിൻസ്റ്റൺ ചർച്ചിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഹിംസാത്മക നിയമലംഘനത്തിന് ഊന്നൽ നൽകിയ പ്രസ്ഥാനം ഏത്? ആൻസർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് മഹാത്മാഗാന്ധി പ്രസിദ്ധമായ ഉപ്പ് മാർച്ചിന് നേതൃത്വം നൽകിയത്? ആൻസർ 1930. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ ഭാര്യ ആരായിരുന്നു? ആൻസർ കസ്തൂർബ ഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിക്ക് എത്ര കുട്ടികളുണ്ട്? ആൻസർ 4.